ഇത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഈ ടൈപ്പ് പ്ലാന്റുകൾ നമുക്ക് ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഗ്ലാസ് അല്ലെങ്കിൽ ബോട്ടിൽസ്, ഇത് ഏതായാലും മതി. ആദ്യം നമ്മൾ വേണ്ട ചെടികൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എടുത്തു വെച്ച ചെടികളിൽ ഉണങ്ങിയതും പഴുത്തതുമായിട്ടുള്ള ഇലകളുണ്ടാവും. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതുപോലെയുള്ള ബോട്ടിൽസ് എടുക്കാം. ഇതുപോലുള്ള ബോട്ടിൽസ് നമ്മൾ വെള്ളം ഒരു പകുതി മതിയാവും, ഫുള്ളായിട്ട് എടുക്കണ്ട. ഇത് എന്ത് ബോട്ടിൽസ് ആയാലും മതി, ഗ്ലാസിൻ്റെ ആയാലും മതി, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയാലും മതി. നമ്മളിതിൽ ഈ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ സ്റ്റെമ്മ് മാത്രം ടച്ച് ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. ഇത് മണി പ്ലാന്റ് ആണ്. നമ്മൾ വാട്ടർ ഗാർഡൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മണി പ്ലാന്റിനെ നമുക്ക് വളർത്താം. ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ സ്റ്റോൺസൊക്കെ വെച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ റിവർ സ്റ്റോൺസ് ആയാലും മതി, ഇതൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതതുപോലെ ചേഞ്ചിങ് റോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ചെമ്പരത്തിയൊക്കെ പോലെ തന്നെയാണ്. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ വൈറ്റ് കളറായിരിക്കും ഫ്ലവറിന് ഉണ്ടാവുക, ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു പിങ്ക് കളറായിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിന് ചേഞ്ചിങ് റോസ് എന്ന് പറഞ്ഞ് ഉള്ള പേരുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അത് ക്ലീൻ ചെയ്യണം. ചീഞ്ഞു പോകാൻ പാടില്ല. ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയും ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്തു. അതുപോലെ കൊതുക് മുട്ടയൊക്കെ ഇടാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ പഞ്ഞി വെച്ച് അടയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് ലക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് മുൻപ് വേര് പിടിപ്പിക്കാനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ചെടിയുടെ സ്റ്റെമ്മാണ്. ഈ ഭാഗത്ത് രണ്ട് സൈഡിലും മുളകൾ വന്നിട്ടുണ്ട്.